ഹായ് കൂട്ടുകാരെ, എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സ്റ്റാൻഡേർഡ് 6ലെ പേജ് നമ്പർ 61, 64 അരിത്തമെറ്റിക് ഓഫ് പാർട്സിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ എങ്ങനെ കൂട്ടാമെന്നായിരുന്നു. അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷനുകളെ തമ്മിൽ കുറയ്ക്കാൻ പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1/2 മൈനസ് 1/8 വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് സെയിം ഡിനോമിനേറ്റർ ആക്കി മാറ്റണം. 2നെ 4 കൊണ്ട് ഗുണിക്കുക, മുകളിലും അതേപോലെ തന്നെ 4 കൊണ്ട് ഗുണിക്കുക. ഇവിടെ കിട്ടുന്ന ആൻസർ 4/8 മൈനസ് 1/8 എന്നാണ്. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റ് മൈനസ് ചെയ്യാൻ കഴിയും. 4 മൈനസ് 1/8 ഈക്വൽ ടു 3/8. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാരണം സെയിം രീതിയിലുള്ള കണക്കുകൾ നമ്മൾ മുൻപേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോവാത്തത്, പൊതുഗുണിതം കാണാനൊന്നും നിൽക്കാത്തത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 3/4 മൈനസ് 1/8. ഇവിടെ 4ഉം 8ഉമാണ് ഡിനോമിനേറ്റർ വരുന്നത്. അതിനെ നമുക്ക് മാറ്റാം. 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ ഡിനോമിനേറ്റർ ആയ 8 കിട്ടും. അതുകൊണ്ട് മുകളിലും 2 കൊണ്ട് ഗുണിക്കുക. ഈക്വൽ ടു 3 × 2 6/8 മൈനസ് 1/8. 6ൽ നിന്ന് 1 കുറച്ചാൽ 5/8 നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 1/3 മൈനസ് 1/5 എന്നാണ്. 3ഉം 5ഉം ഡിനോമിനേറ്റർ വരുന്നത് മുൻപ് ഒരുപാട് തവണ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുഗുണിതം അറിയാതെ തന്നെ ഇത് ചെയ്യാൻ കഴിയും. കാരണം 3നെ 5 കൊണ്ടാണ് ഇവിടെ ഗുണിക്കേണ്ടത്. അതേപോലെ തന്നെ 5നെ എന്തുകൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. ആൻസർ കിട്ടുന്നത് 5/15 മൈനസ് 3/15 ഈക്വൽ ടു 5ൽ നിന്ന് 3 കുറച്ചാൽ 2 ആണ് കിട്ടുന്നത്. 2/15 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2/5 മൈനസ് 1/3. ഇവിടെ സെയിം ആണ് അല്ലെ? 5ഉം 3ഉമാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ 3 കൊണ്ട് ഗുണിക്കാം. അടുത്തതിനെ 5 കൊണ്ട് ഗുണിക്കാം. ആൻസർ കിട്ടുന്നത് 6/15 മൈനസ് 5/15. ആൻസർ 1/15 ആയിരിക്കും. അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2/3 മൈനസ് 1/5. ഇവിടെ 3ഉം 5 തന്നെയാണ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. 3 × 5, 2 × 5. അതേപോലെ തന്നെ ഇവിടെ 1 × 3, 5നെ 3 കൊണ്ട് ഗുണിക്കാം. കിട്ടുന്നത് 10/15 മൈനസ് 3/15 ഈക്വൽ ടു 7/15. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. നതാഷ ഒരു സർക്കിൾ വരച്ച് അതിനെ 12 ഭാഗങ്ങളായി വായിക്കുകയാണ്. അതിനുശേഷം അതിന് 5 പാട്ടിന് നിറം കൊടുക്കുകയാണ്. കളർ നൽകാനുള്ള ഭാഗത്തിന്റെ ഫ്രാക്ഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി വളരെ ഈസി ആയിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. 12ൽ 7 ഭാഗത്തിനാണ് നിറം കൊടുക്കാനുള്ളത് അല്ലെ? നമ്മുടെ ആൻസർ 7/12 ആയിരിക്കും. പക്ഷെ അത് ഫ്രാക്ഷനിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. കുട്ടികളെ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ രണ്ടാമത്തെ ചിത്രം നതാഷ 12 ഭാഗങ്ങളാക്കിയിട്ട് അതിന് 5 ഭാഗങ്ങൾക്ക് നിറം നൽകിയിട്ടുണ്ട്. അതിനെ നമുക്ക് എന്തെഴുതാം? 5/12 എന്ന് എഴുതാം. നിറം കൊടുക്കാനുള്ളത് എത്ര ഭാഗമാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇതിലെ എല്ലാ 12 ഭാഗങ്ങൾക്കും നിറം കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അത് നമുക്ക് 12ൽ 12 ഭാഗത്തിന് നിറം കൊടുത്താൽ എന്താണ് കിട്ടുന്നത്? 1 എന്നാണ് കിട്ടുന്നത് അല്ലെ? അപ്പോൾ ഇതിൽ നിന്ന് നതാഷ നിറം കൊടുത്ത ഭാഗം മൈനസ് ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടണം. അതായത് 1ൽ നിന്ന് 5/12 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 7/12 കിട്ടണം. നമുക്കൊന്ന് ചെയ്തു നോക്കാം. 1 മൈനസ് 5/12 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 1നെ നമുക്ക് എന്താക്കിയിട്ട് എഴുതാം? 12ൽ 12 ഭാഗത്തിന് നിറം കൊടുത്തപ്പോഴാണല്ലോ 1 കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 12/12 മൈനസ് 5/12. നമുക്ക് 12ൽ നിന്ന് 5 കുറയ്ക്കാം അല്ലെ? ഈക്വൽ ടു 12 മൈനസ് 5/12 എന്ന് എഴുതാം. 12ൽ നിന്ന് 5 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 7/12 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ആദ്യത്തേത്. നമുക്ക് വേണമെങ്കിലും മനക്കണക്കായിട്ട് വേണമെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നു. അത് വഴിയായിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒരു ബക്കറ്റ് നിറയാൻ വേണ്ടി 10 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ബക്കറ്റിന്റെ വോളിയം എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. പിന്നീട് എന്താണ്? 3/4 ലിറ്റർ വെള്ളം ഇതിൽ ഓൾറെഡി ഉണ്ട്. എത്രയാണ്? 3/4 ലിറ്റർ വെള്ളം ഇതിൽ ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബക്കറ്റ് ഫില്ലാകാൻ വേണ്ടി ഇതിൽ എത്ര വെള്ളം ഒഴിക്കണമെന്നാണ് ചോദിക്കുന്നത്. ആകെയുള്ള വോളിയത്തിൽ നിന്ന് ഇപ്പോഴുള്ള വെള്ളം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വെള്ളം ഇതിൽ വേണമെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. നമുക്കിവിടെ എഴുതാം. കപ്പാസിറ്റി ഓഫ് ബക്കറ്റ് ഈക്വൽ ടു 10 ലിറ്റർ. വാട്ടർ ഇൻ ദ ബക്കറ്റ് ഈസ് ഈക്വൽ ടു 3/4 ലിറ്റർ. എമൗണ്ട് ഓഫ് വാട്ടർ നീഡഡ് ടു ഫിൽ എത്രയാണ്? നമുക്ക് 10ൽ നിന്ന് 3/4 മൈനസ് ചെയ്യേണ്ടി വരും. ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 10 മൈനസ്
ഇവിടെ എങ്ങനെയാണ് എഴുതുന്നത്? 3 × 4 + 3/4 എന്ന് മാറ്റി എഴുതാം. അപ്പോൾ 10 - 3 × 4 12 + 3 15/4 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതണം. അങ്ങനെയാണെങ്കിൽ 10നെ എങ്ങനെ എഴുതാം? നമുക്ക് ഇങ്ങനെ എഴുതാം, 10/1 - 15/4 എന്ന് മാറ്റി എഴുതാൻ കഴിയും. ഇനി എന്താണ്? ഇവിടെ തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി മുകളിലും താഴെയുമായിട്ട് 4 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ 10 × 4 വരുന്നത് 40 ആണ്. 1 × 4 4 എഴുതാം, -15/4. അങ്ങനെയാണെങ്കിൽ 40ൽ നിന്ന് 15 കുറച്ചാൽ കിട്ടുന്നത് 25 ആണ്. 25/4 എന്ന് എഴുതാം. ഇപ്പോഴും ആൻസർ മുഴുവനാകുന്നില്ല. എന്ത് ചെയ്യണം? 25നെ നമുക്ക് 4 കൊണ്ട് ഹരിച്ചു നോക്കാം. 6 × 4 24 ആണ്. ബാക്കി വരുന്നത് 1 ആണ്. അങ്ങനെയാകുമ്പോൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? 6 1/4 ലിറ്റർ എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ ഈ ബക്കറ്റ് ഫില്ലാക്കാൻ വേണ്ടി ഇവിടെ എത്ര ലിറ്റർ വെള്ളം ഒഴിക്കണം? 6 1/4 ലിറ്റർ വെള്ളം ഒഴിക്കേണ്ടി വരും. മൂന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കയ്യിൽ ഒരു സ്ട്രിങ് ഉണ്ടെന്ന് കരുതുക. അതിന്റെ നീളം 1 3/4 മീറ്റർ ആണ്. അതിൽ നിന്നാണ് ഒരു ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. 1/2 മീറ്റർ ആണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന ഭാഗത്തിന്റെ നീളമാണ് കാണേണ്ടത്. എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് കട്ട് ചെയ്ത ലെങ്ത് മൈനസ് ചെയ്താൽ മതി. ഇവിടെ എഴുതാം, ലെങ്ത് ഓഫ് സ്ട്രിങ് ഈക്വൽ ടു 1 3/4 മീറ്റർ. ലെങ്ത് ഓഫ് കട്ട് ഓഫ് പീസ് എന്ത് എഴുതാം? ½ മീറ്റർ. റിമൈനിങ് ലെങ്ത് ഓഫ് സ്ട്രിങ് എത്രയായിരിക്കും? 1 3/4 നിന്ന് 1/2 മീറ്റർ കുറയ്ക്കുകയാണ്. ഇവിടെ 1 3/4 നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? 1 × 4 + 3 / 4 - 1/2. ഇത് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 1 × 4 4, 4 + 3 7, 7/4 - 1/2 എന്ന് എഴുതാം. ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയതുകൊണ്ട് മുകളിലും താഴെയുമായിട്ട് 2 കൊണ്ട് ഗുണിക്കാം. എന്ത് കിട്ടും? 7/4 - 2/4 ഈക്വൽ ടു 5/4. 5/4നെ നമുക്ക് ഇവിടെ ഒന്ന് അരിച്ചു നോക്കാം. 1 × 4 4, ബാക്കി വരുന്നത് 1. ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതാം. എന്തെഴുതാം? 1 1/4 എന്ന് എഴുതാം. അത്രയും മീറ്റർ ആയിരിക്കും റിമൈനിങ് ആയിട്ട് വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, പഞ്ചായത്ത് 2 വർഷങ്ങളിലായിട്ട് റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ വർഷം നിർമ്മിച്ചത് 16 1/4 കിലോമീറ്റർ ആണ്. കഴിഞ്ഞ വർഷം നിർമ്മിച്ചത് 14 3/4 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം എത്ര കൂടുതൽ നിർമ്മിച്ചു എന്നാണ് നമുക്ക് അറിയേണ്ടത്. റോഡ് കൺസ്ട്രക്റ്റഡ് ദിസ് ഇയർ എന്ത് എഴുതാം? 16 1/4 കിലോമീറ്റർ. റോഡ് കൺസ്ട്രക്റ്റഡ് ലാസ്റ്റ് ഇയർ എന്ത് എഴുതാം? 14 3/4 കിലോമീറ്റർ. ഹൗ മച്ച് മോർ കൺസ്ട്രക്റ്റഡ് ദിസ് ഇയർ? ഈ വർഷം എത്രയാണ് കൂടുതൽ നിർമ്മിച്ചത്? 16 1/4 മൈനസ് 14 3/4. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 16 × 4 + 1/4 മൈനസ് 14 × 4 + 3/4 എന്ന് എഴുതാം. ഇത് നമുക്ക് സൈഡിലായിട്ട് ഗുണിച്ചു നോക്കാം. ഗുണനപ്പട്ടിക എല്ലാവരും നല്ല തറവായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. ഇവിടെ 16 × 4 + 1 ആണ് അല്ലെ. ഇതുപോലെ നമുക്ക് എഴുതാൻ കഴിയില്ല. എന്ത് ചെയ്യണം? 16 × 4 ആണ് ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിനെ ഒരു ബ്രാക്കറ്റിൽ ഇട്ട് വയ്ക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കാം. പിന്നെ 16 × 4 ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. 16 × 4 വരുന്നത് 64 ആണ്. അപ്പോൾ 64 + 1/4 മൈനസ്, അതേപോലെ 14 × 4 എത്രയാണ് വരുന്നത്? 56 ആണ് വരുന്നത്. 56 + 3/4 എന്ന് എഴുതാം. ഈക്വൽ ടു 65/4 മൈനസ് 59/4. 65ൽ നിന്ന് 59 മൈനസ് ചെയ്താൽ 6 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 6/4 എന്ന് എഴുതാം. 6/4നെ ചെറുതാക്കി കൂടെ? 2 കൊണ്ട് ചെറുതാക്കാം. 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടും. 6നെ 2 കൊണ്ട് ഗുണിച്ചാൽ 3 കിട്ടും. 3/2 എന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് സൈഡിലായിട്ട് ചെയ്തു നോക്കാം. 3നെ 2 കൊണ്ട് ഹരിക്കണം. 1 × 2 2, ബാക്കി വരുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 1 1/2 കിലോമീറ്റർ. അതായത് ഈ വർഷം പഞ്ചായത്ത് 1.5 കിലോമീറ്റർ കൂടുതൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ആശാദേവ് വാങ്ങിയ 20 മീറ്റർ നീളമുള്ള സ്ട്രിങ് ആദ്യം 5 3/4 മീറ്റർ കട്ട് ചെയ്യുകയും പിന്നീട് 6 1/2 മീറ്റർ കട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ ബാക്കി വരുന്ന ലെങ്ത് ആണ്. ഇവിടെ നമുക്ക് എന്ത് എഴുതാം?
ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈക്വൽ ടു 20 മീറ്റർ എന്ന് എഴുതാം. ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് കട്ട് പീസ് എത്രയാണ്? 5 3/4 മീറ്റർ എന്ന് എഴുതാം. ലെങ്ത് ഓഫ് ദ സെക്കൻഡ് കട്ട് പീസ് 6 1/2 മീറ്റർ എന്ന് എഴുതാം. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ലെഫ്റ്റ് എന്താണ്? 20 മൈനസ് 5 3/4 പ്ലസ് 6 1/2 എന്ന് എഴുതാം. കാരണം ടോട്ടൽ ലെങ്ത് വരുന്നത് 20 മീറ്റർ ആണ്. പിന്നീട് 2 പ്രാവശ്യമായിട്ട് കട്ട് ചെയ്ത് എന്ത് ചെയ്യണം? നമുക്ക് കൂട്ടണം. അപ്പോൾ ആദ്യത്തെ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ഈ കൂട്ടിയ ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന ലെങ്ത് എന്താണെന്ന് മനസ്സിലാകും. ആദ്യമായിട്ട് 5 3/4 പ്ലസ് 6 1/2 എത്രയാണെന്ന് കാണണം. നമുക്കിവിടെ സൈഡിലായിട്ട് കാണാം. 5×4 പ്ലസ് 3 എത്രയാണ് വരുന്നത്? 23 ആണ്. 23/4 പ്ലസ് 6×2 പ്ലസ് 1 13/2. ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയതുകൊണ്ട് 2 കൊണ്ട് മുകളിലും താഴെയുമായിട്ട് ഗുണിക്കണം. 23/4 പ്ലസ് 26/4 എന്ന് കിട്ടും. 23 പ്ലസ് 26 എത്രയാണ് വരുന്നത്? 49/4 ആണ്. 20 എന്ത് എഴുതാം? 20/1 എന്ന് എഴുതാം. മൈനസ് 49/4. ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്? ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് 4 കൊണ്ട് മുകളിലും താഴെയുമായിട്ട് ഗുണിക്കാം. ഈക്വൽ ടു 80/4 മൈനസ് 49/4. സൈഡിലായിട്ട് ചെയ്ത് നോക്കാം. 80 മൈനസ് 49 എത്രയാണ് വരുന്നത്? 31 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം 31/4. ഇവിടെ കിട്ടിയിരിക്കുന്നത് 31/4 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 31നെ 4 കൊണ്ട് ഹരിച്ച് നോക്കണം. നമുക്കിവിടെ മിശ്രഭിന്നമാക്കി എഴുതേണ്ടതാണ്. എത്രയാണ്? 4 × 7 28 ആണ്. ബാക്കി വരുന്നത് 3. അപ്പോൾ നമുക്കിതിനെ മിശ്രഭിന്നമാക്കി എങ്ങനെ എഴുതാൻ കഴിയും? 7 3/4 മീറ്റർ എന്ന് എഴുതാൻ കഴിയും. ഈ പേജിലെ അവസാനത്തെ ചോദ്യമാണ്. ഒരു സൊസൈറ്റിയിൽ രാവിലെ 75 1/4 ലിറ്റർ പാലും ഈവനിങ്ങിൽ 55 1/2 ലിറ്റർ പാലും ലഭിക്കുന്നുണ്ട്. സൊസൈറ്റി 85 3/4 ലിറ്റർ പാൽ എന്ത് ചെയ്യുന്നുണ്ട്? വിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പാല് ബാക്കിയുണ്ടാവും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇങ്ങനെ എഴുതാം. എമൗണ്ട് ഓഫ് മിൽക്ക് ഇൻ ദ മോർണിംഗ് 75 1/4 ലിറ്റർ എന്ന് എഴുതാം. എമൗണ്ട് ഓഫ് മിൽക്ക് ഇൻ ദ ഈവനിങ് 55 1/2 ലിറ്റർ എന്ന് എഴുതാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ മിൽക്ക് കാണാം. എങ്ങനെ എഴുതാം? ഈക്വൽ ടു 75 1/4 പ്ലസ് 55 1/2. സൈഡിലായിട്ട് ചെയ്തു നോക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 75 പ്ലസ് 55 പ്ലസ് 1/4 പ്ലസ് 1/2. ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയതുകൊണ്ട് 2 കൊണ്ട് ഗുണിക്കാം. 75 പ്ലസ് 55 കിട്ടുന്നത് എത്രയാണ്? 130 ആണ്. പ്ലസ് ഇവിടെ കൂട്ടിയാൽ 3/4 കിട്ടും. എന്തായിരിക്കും? 130 3/4. അത് നമുക്കിവിടെ എഴുതാം. 130 3/4. ഇനി എന്താണ് അറിയുന്നത്? എമൗണ്ട് ഓഫ് മിൽക്ക് സോൾഡ് എത്രയാണ്? 85 3/4. നമുക്കറിയേണ്ടത് റിമൈനിങ് മിൽക്കാണ്. എത്രയായിരിക്കും? 130 3/4 മൈനസ് 85 3/4. ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. 130 മൈനസ് 85 പ്ലസ് 3/4 മൈനസ് 3/4. 130 മൈനസ് 85 എത്രയാണ്? ചെയ്തു നോക്കാം. 130 മൈനസ് 85. 0 ഒന്ന് ഇങ്ങോട്ടേക്ക് കടമെടുക്കുകയാണ്. 5 പ്ലസ് 5 10 കിട്ടി. ഇവിടെ 2 ആണുള്ളത്. 12ൽ 8 എത്രയാണ്? 4 പ്രാവശ്യമാണ്. അപ്പോൾ 45 എന്ന് കിട്ടും. 45. പിന്നെ എന്താണ്? 3/4 മൈനസ് 3/4 മൈനസ് എന്താണ്? 0 ആകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 45 ലിറ്റർ ആയിരിക്കും.